ടെമ്പിൾ. ഇവിടെ പണ്ടുള്ള വിഷ്ണു ടെമ്പിൾ എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതിൻ്റെ ചിത്രമാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. ഇങ്ങനെ വന്നാൽ ഇത് മുൻവശം. ഓക്കെ സാർ. ഉപയോഗിച്ചിരുന്ന ഒരു കുളം ഇവിടെ കാണാം. അതിൻ്റെ അടുത്ത് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അതിനും കല്ല് വെച്ചിട്ടാണ്, എല്ലാ സൈഡിലും ഇതുപോലെ തന്നെ കല്ലട്ടിക്ക് വെച്ചിട്ടാണ് ആ കുളം സംരക്ഷിക്കപ്പെട്ടത്. അന്നത്തെ കാലത്ത് ഭിത്തിയില്ല, ഭിത്തിയൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഈ ഭാഗത്തുള്ളൊക്കെ ഏതാണ്ട് കണ്ട് നമ്മൾ മടങ്ങിയാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു മനുഷ്യനില്ല, ഒരു വീടില്ല. ഈ ഒരു ടെമ്പിളിൻ്റെ കൊട്ടാരത്തിൻ്റെ മതിലാണ് പൊളിഞ്ഞതിൻ്റെ ബാക്കി ഭാഗത്തുള്ള മതിൽ അവിടെ കാണാം നമുക്ക്. ഈ ഭാഗത്തൊക്കെ നമ്മൾ കവർ ചെയ്ത് വന്നു. ഇതുവഴി ഒറ്റക്കുള്ള യാത്ര പകലായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് നമുക്ക് വിചാരിക്കാം. എന്നാലും ഒരാൾ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് തിരിച്ച് പുറത്തേക്ക് പോയി നോക്കാം. ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പിളാണിത്. ഇതിൻ്റെ സൈഡിൽ ഗാർഡൻ കാണാം. ടെമ്പിൾ ഇവിടെ കാണാം, നമുക്ക് പോയി നോക്കാം. അവിടെ മുറിഞ്ഞു വീണിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ശില്പികൾ. ഇതിന് മുൻവശത്ത് അവിടെയുണ്ട്. And then Rama, he searching Sita, he came all the way from North India to Hampi. He went to Rama to rescue the Sita. ടെമ്പിളിൻ്റെ ഔട്ട് സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ ടിക്കറ്റ് ഇല്ല, ഇവിടെ ഫ്രീ ആണ്. ആർക്കും കയറാം, ആർക്കും കാണാം. പുരാവസ്തു എങ്കിൽ പുരാതന കാലത്തുണ്ടായിരുന്ന അന്നത്തെ ആളുകളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരുപാട് ശില്പികൾ മേളിലൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു കിണറാണോ, വെള്ളം ഒഴുകി പോകാനുള്ള ചാലാണ്. അതിനകത്ത് വെള്ളമുണ്ട്, ഇവിടെ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളം അതിനകത്തേക്ക് പോകണം. അതിനു വേണ്ടി നിർമ്മിച്ചതാണ്. നമ്മൾ പെട്ടെന്ന് എടുത്താൽ തീരുന്നതല്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് ഭാഗങ്ങളുണ്ട്. നമ്മൾ ക്യാമറയിൽ ഒന്നും പകർത്തിയാലൊന്നും അത് തീരുകയില്ല, അത്രമാത്രം സ്ഥലങ്ങളുണ്ട് ഇതിനകത്ത്.
നിർമ്മിതി, അതായത് ഇതിൻ്റെ ശില്പങ്ങൾ കൊത്തിപ്പണി ആ കാലത്ത് 500 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു കല്ലിൽ കൊത്തിയ പണി അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് എവിടെയും നോക്കുമ്പോൾ. പിന്നെ ഇത് തൂണിൽ നിർത്തപ്പെട്ടിരിക്കുന്നു. കാലപ്പഴക്കം ചെന്നിട്ട് അതിൻ്റേതായ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട് ചെറുതായിട്ട്. ഇവിടെയൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്, ഒക്കെ ഇളകിയിട്ടുണ്ട്. താഴെ പോയി പലതരത്തിലുള്ള പല ടെമ്പിളുകൾ, അങ്ങോട്ട് പ്രവേശനമില്ല. ഇത് മനസ്സിലാവുന്നില്ല, തൊട്ടടുത്തടുത്തടുത്ത് ടെമ്പിളുകളാണ്. അതെന്തോ അങ്ങനെയൊന്നും മനസ്സിലാവില്ല. ഒരു ക്ഷേത്രം അതിനടുത്ത് മറ്റൊരു ക്ഷേത്രം വേറെ. പല ആളുകൾക്കും ഉള്ളതായിരിക്കാം. താഴ്ന്ന ജാതിൻ്റെ പറയുമ്പോൾ എന്താ ജാതിയുണ്ട്, പിന്നെ സെക്യൂരിറ്റി ഗാർഡുണ്ട്, പണിക്കാരുണ്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പം. വഴി കാണുന്നു, ഇങ്ങോട്ടുള്ളൊരു വഴിയാന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ പുറകുവശത്തുള്ള കാഴ്ചകളാണിത്. ഇവിടെയൊക്കെ ഉണ്ട്, ഇതൊക്കെ കാലഹരണപ്പെട്ട് പോയിട്ടുണ്ട്. തറ മാത്രം കിടപ്പുണ്ട്, കണ്ടോ, തറ മാത്രം ഇവിടെ കിടപ്പുണ്ട്. ബാക്കിയൊക്കെ കാലഹരണപ്പെട്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലുള്ള കാഴ്ചയാണ്. പിന്നെ അവിടെ വലിയൊരു മല കാണുന്നുണ്ട്, പാറയൊക്കെ കിടക്കുന്ന ഒരു മല. ആളുകളെ ഫോട്ടോ, അതുപോലെ തന്നെ ഈ ചിത്രം, കുതിര, ആന ഒക്കെ ഉള്ള യുദ്ധങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സമാനമായ രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഇതും കരിങ്കല്ലാണ്, കല്ല് കൊത്തിവെച്ചാണ് മൊത്തത്തിൽ. അതിൻ്റെ കാഴ്ച കണ്ടു. ഇനി നമുക്ക് മടുത്തു, അതായത് നമുക്ക് അണ്ണാക്കും പറ്റിയിട്ടുണ്ട്, വള്ളയിലൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് റൂം പിടിക്കണം. തലവേദനിക്കുന്നുണ്ട് വെയിൽ കൊണ്ടിട്ട്, ഭക്ഷണം കഴിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ. അങ്ങനത്തെ ഇത് ഗോപുരമാണ് അകത്തേക്ക് കയറാനുള്ള ഗേറ്റ്, കവാടം. ഇവിടെയൊക്കെ തന്നെ ഉള്ളത്. ഓരോരോ പാർട്ടുകളായിട്ട് നമ്മൾ എഴുതുന്നതായിരിക്കും യൂട്യൂബിൽ, ചെറിയ പാർട്ടായിട്ട്. കാരണം ലോങ് വീഡിയോ ആരെങ്കിലും കൂടുതൽ കാണുന്നില്ല. അപ്പോൾ ചെറിയ പാർട്ടായിട്ട് നമുക്ക് ചരിത്രങ്ങൾ അറിയാവുന്നത് അല്ലെങ്കിൽ അറിയുന്ന ആളുകൾ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാണ് ഇത് ഒപ്പിയെടുത്തത്. ഇതിനകത്ത് കയറിയൊക്കെ എന്താ ഉള്ളതെന്ന് നോക്കാം. ഇതൊക്കെ ഉണ്ടാക്കാൻ എത്ര കാലം എത്ര സമയമൊക്കെ പണിക്കാരൊക്കെ ചിലവാക്കിയിട്ടുണ്ടാവുന്നുള്ള ആലോചിക്കുകയാണ്. ഇവിടെയും ചിത്രപ്പണിയുണ്ട് ഈ ഭിത്തിയിലൊക്കെ. സെൻറ്ററിൽ ഒരു തറയുണ്ട്. ഇവിടെ ഒരു കിണറുണ്ട്, വെള്ളം അതിനകത്തുണ്ട്. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന അതിന് കണ്ട് നമ്മൾ ഇവിടുന്ന് പോയേക്കാം, നമുക്ക് ഇറങ്ങാം. ഇവിടുത്തെ കാഴ്ച എന്താണെന്നുള്ള അറിയില്ല. ഇതിക്കൊണ്ട് വന്നാൽ ഇവിടെ ഈ മൈസൂർ ദസറ നടക്കാറുണ്ട്. അതിൻ്റെ പൂജ നേരത്തെ കാലത്തുള്ളതാണെന്ന് തന്നെ. അപ്പോൾ അതിവിടെയാണ് നടക്കാറെന്നാണ് പറഞ്ഞത്. പഴയ കാലത്ത് തുടക്കം ഇവിടെ നിന്നാണ് പറഞ്ഞത്. रास्ता ऊपर പാറ വെട്ടി നിരത്തിയതാണ്. ഇതിനകത്തോട്ട് കയറിയിട്ട്
ഇത് മൊത്തത്തിൽ ഒരു ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. ഇതിന് മേളിലേക്ക് കയറാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഇവിടെ പോയിട്ട് ഇത് കണ്ട് ഇതിന് തറയൊക്കെ നശിച്ചു പോയിക്കാണ്. ഇവിടെ എന്തോ ഉണ്ടായിരുന്നു. ഡിബ എന്ന് പറയുന്ന ആ ഒരു ഗോപുരത്തിൻ്റെ മേളിലാണ് നമ്മൾ നിൽക്കുന്നത്. ചുറ്റുഭാഗത്തുള്ള ഇതാണ് കാണുന്നത്. അവിടെയൊക്കെ വെള്ളം കാണുന്നത് കുളമാണ്. ഇപ്പോൾ കുളമൊക്കെ പറ്റിയിട്ടുണ്ട്, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഇവിടെയുണ്ട്. മെയിൻ എൻട്രൻസ് ഇവിടെയാണ്. ഇത് വഴി കയറി വരാം. നമ്മൾ വന്ന വഴിക്കും വരാം. ഈ കാണുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം. വെള്ളമാണോ അതല്ല നേരത്തെ ഉപയോഗിച്ചിരുന്ന കുളങ്ങളും ഇതൊക്കെ കുളങ്ങളാണെന്നുള്ള കണ്ടാൽ തന്നെ നമുക്കറിയാം. കാരണം ഇതിനൊക്കെ വെള്ളം പറ്റിയിട്ടുണ്ട്. അന്നത്തെ കാലത്തെ അവർ സുഖിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള രാജാക്കന്മാരും ചക്രവർത്തിമാരൊക്കെ സുഖിച്ച് ജീവിച്ച ആൾക്കാരാണ്. അപ്പോൾ അവർ അതിനുവേണ്ടി വെള്ളം നിർത്തുന്ന സ്ഥലമായിരിക്കണം. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഇതിനകത്തുണ്ട് കുളം തന്നെയാണ്, പക്ഷേ വെള്ളം ഉണ്ടെന്നറിയില്ല. അടുത്ത് പോയി നോക്കാം. വെള്ളം ഉപയോഗിക്കാതെ കിടന്നിട്ടേ ഒരു തരത്തിലുള്ള പച്ചനിറായി മാറിയിട്ടുണ്ട്. കുളം നല്ല സൂപ്പർ കുളമാണ്. ഉണ്ടാക്കിയിട്ടില്ല. ആഴമുണ്ട്, നടുവ് ആഴമുണ്ട് കണ്ടിട്ട്. അതേപോലെ തന്നെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് നോക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് നല്ല നല്ല പടവ്, നമുക്ക് ഇറങ്ങി പോകാനുള്ള പടവുണ്ട്. നടുവ് നല്ല അവിടെ ആഴം കാണുന്നുണ്ട്. വലിയ കല്ലും ഇത്ര അകലത്തിലുള്ള ഒരു കല്ലാണ് വെച്ചിട്ടുള്ളത്. ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു കല്ല് അവിടെ കാണാം നമുക്ക്. അതിൽ നിന്നാണ് ആ ചാലിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. പോയി നോക്കാം. ഇവിടെ ഒരു ചെറിയ കെട്ടും കാര്യമൊക്കെ കാണുന്നുണ്ട്. അവിടെ ഒരു കുളമുണ്ട്. പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന കുളം. പക്ഷേ ഇതിലിപ്പോൾ വെള്ളമില്ല, വെള്ളം പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ അറിയപ്പെട്ട് എന്തെല്ലാം സംവിധാനങ്ങളാണ്. കല്ലൊക്കെ വെച്ച് നല്ല വൃത്തിയാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. ഇത്രയും വെള്ളം കാണും ഈ 3 പാട്. എന്നാലും കുളിക്കാനുണ്ടാവും അത്യാവശ്യം. പക്ഷേ ഇപ്പോൾ അതിലൊന്നുമില്ല. കാട് പിടിച്ച ഏരിയയാണ്. ഇവിടെ ഒന്നും കൂടുതലില്ല കാര്യമായിട്ട് കാണാൻ. ഇവിടെയൊക്കെ കല്ലുകളും ബൗണ്ടറികളൊക്കെ നിശ്ചയിച്ച അതിരുകൾ കാണുന്നുണ്ട്. ഇത് വലിയൊരു ബൗണ്ടറിയാണ്. അത് മൊത്തം ഇവിടെ കുളി കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന സ്ഥലമായിരിക്കണം കാറ്റ് കൊള്ളാൻ. കിടക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലം